ലക്കി അങ്ങനെ അമ്മയായി. ഇത് ലക്കിയുടെ ഡെലിവറി വ്ളോഗാണ്. ഇപ്പോൾ സാധാരണ ഡെലിവറി വ്ളോഗ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ലക്കിയുടെ ഡെലിവറി വീഡിയോ അങ്ങനെ കരുതിയിട്ടൊന്നും എടുത്തതല്ല. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ആദ്യം മനസ്സിലായില്ല അവൾക്ക് പ്രസവിക്കാനായിട്ടുള്ള ടൈമായി, അല്ലെങ്കിൽ പ്രസവിക്കാനാണ് ഇവളിങ്ങനെ പരതി നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ആദ്യം വരുന്നത് സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ അവനാണ് ത്രൂ ഔട്ടായിട്ട് വീഡിയോ എടുത്തത്. ആദ്യം എനിക്ക് ഇവൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് ഇവളുടെ കൂടെ റൂമിലിരിക്കണം. അത് ആ കുഞ്ഞു പൂച്ച പീക്കു അതും ആദ്യം ഞാനും റൂമിൽ തന്നെ ഇരിക്കണം. ഞങ്ങൾ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളെ വന്ന് വിളിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇവളുടെ കൂടെ റൂമിൽ കുത്തിയിരുന്നു. ഇപ്പോൾ കുഞ്ഞിനെ എനിക്ക് ട്യൂഷന് വിടണമായിരുന്നു. ആദ്യമാണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെറുതിനെ ട്യൂഷന് വിട്ടിട്ട് കുറച്ച് തുണി എനിക്ക് വിരിക്കാനുണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ യൂണിഫോമൊക്കെ. അപ്പം ഞാൻ വർക്ക് ഏരിയയുടെ ഭാഗത്തോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ചെറിയ പൂച്ച എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഇവൾക്ക് ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കുഞ്ഞ്. ഇവളെന്ത് ചെയ്തു, അതും വെച്ചിട്ട് എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ തുണി വിരിച്ച് കഴിയുന്നോടെ വരെ ആ വർക്ക് ഏരിയയിൽ കുത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൾക്ക് കിടക്കാനുള്ള സ്ഥലമാണ് നോക്കുന്നുണ്ട്. പ്രസവിക്കാനുള്ള സ്ഥലം നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഒരു പഴയ ബെഡ് ഉണ്ടായിരുന്നു, അതിട്ടിട്ട് ഈ കർട്ടൻ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒരു കോട്ടൻ്റെ കർട്ടനാണ്. പക്ഷേ ഇവൾ പിന്നെ അത് 2 പ്രാവശ്യം വിരിച്ചു കൊടുത്തിട്ട് നേരെ ഇടാതെ അവൾ തന്നെ ചവിട്ടി കളഞ്ഞു. പിന്നെ ഞാൻ വെച്ചാൽ അവൾക്ക് കംഫർട്ടായതുപോലെ അവൾ കിടക്കട്ടെ, പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇവൾ ഇങ്ങനെ ഇട്ടത്. അത് ഇവൾക്ക് എന്താണോ കംഫർട്ട് അതിൽ തന്നെ അവൾ ഇരിക്കട്ടെ എന്ന് കരുതി. ഇപ്പം ഞങ്ങൾ കൂടി ഇരിക്കുന്നതാണ് അവളുടെ ഒരു ആശ്വാസം. ഞങ്ങൾ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രസവമാകുമ്പോഴത്തേനും നല്ലൊരു ബോക്സൊക്കെ തയ്യാറാക്കാം അവൾക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ടെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇവളുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഡെലിവറി നടക്കുന്നത്. അപ്പോൾ അന്ന് ഉച്ചയ്ക്കും കൂടെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ലക്കിക്ക് ഒരു ബോക്സ് തയ്യാറാക്കിയോ, ലക്കി പ്രസവിക്കാനായിട്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുറച്ചൊരു വന്നിരുന്നു പ്രോഗ്രാമിന് വേണ്ടി പ്രാക്ടീസിന്. അപ്പോൾ അവർ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞു, ഇനി 2 മാസം ഉണ്ട്, ഇപ്പോൾ 1 മാസമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാനും ഇരിക്കുകയായിരുന്നു. എന്നും അറിയില്ലടാ, ഇത് കുഞ്ഞ് ചത്തതാണോ, ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ലടാ, എന്നെ കരഞ്ഞുകൊണ്ട് പുറകടക്കുക. ഇതില്ലേ ഇവള് കൂടെ തന്നെ വേണം. ഇതിനാ തടയി കൊടുക്കണ വയറൊന്നുകൂടെ പതിയെ തടഞ്ഞാൽ മതി. ലക്കി വരൂടി, ഒന്ന് ആഞ്ഞു മുക്കടി, എടി ഒന്ന് മുക്കടി. ലക്കുമ്മ പുഷ്. ഡ്രസ്സിങ് സ്റ്റാൻഡിൻ്റെ അടിയിലാണ്. ആദ്യം സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുള്ള ഇരിപ്പാണ് പാവം ലക്കിയുടെ കൂടെ. കണ്ടോ അമ്മമാരുടെ സാക്രിഫൈസ് കണ്ടോടാ, സഹനം കണ്ടോ നീ. മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഒക്കെ ഇതൊക്കെ തന്നെയാ. ഞങ്ങളാരെങ്കിലും വേണം, ഞങ്ങളാരും ഇവിടുന്ന് അടുത്തുനിന്ന് വിടുന്നില്ല ഇവള്. എന്തായാലും ഇതൊരു വെറൈറ്റി പൂച്ചയാണിത്. അല്ല, കാറിൽ യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ കാറിൽ കയറാൻ എത്ര ഇഷ്ടമുള്ളൊരു പൂച്ച. എടീ മുക്കടി, മുക്ക് 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 ലക്കി ലക്കി പുഷ്, ലക്കി പുഷ്, ലക്കി പുഷ്. പാവട്ടോ ലക്കി പുഷ്, ലക്കി. അയ്യോ പാവം. ആദി കുറേ നേരമാണ് പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ കൂട്ടിന് ആരെയും വേണം എടുത്ത്. വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ കുഞ്ഞ് ചത്തോ എന്നുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറേ നേരം എങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന അനക്കവും കാണുന്നില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയല്ല കണ്ടതും. ഫോണിൽ വന്നെടുത്തിട്ട് പ്രസവിക്കണേ. നമ്മളിങ്ങോട്ട് വന്നതാ ഇപ്പം. ചാവടിക്കാനും സമ്മതിക്കൂല. വന്നാ അടിയേ ഇങ്ങോട്ട് ഓടി വരാൻ പറഞ്ഞേ. നല്ലൊരു സ്ഥലം ഉണ്ടാക്കി വന്നിട്ട് അത് നമ്മളവിടെ ഇങ്ങോട്ട് വന്നില്ലേ ഹോളില്. ആദ്യം ചായ കുടിക്കാൻ വന്നു. ആദ്യം ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ കിച്ചണിലോട്ട് വന്നതാ. എന്റെ പുറകെ ഓടി. ഞങ്ങളുടെ കാണാതായപ്പോ ഞങ്ങളുടെ പുറകെ വന്നു. ബേബി ബേബി പുഷ് പുഷ് പുഷ്. കുറേ നേരം ഞങ്ങളിരുന്ന് മടുത്തപ്പോൾ ഞങ്ങളൊന്ന് അപ്പുറത്തോട്ട് പോയതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നോക്കണം, അതേപോലെ തന്നെ ചെറുത് ട്യൂഷൻ വിട്ട് വരാനായി. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങോട്ട് പോയി ആദ്യം ചായ കുടിക്കാനും വേണ്ടി പോയതാണ്. അപ്പോഴത്തേനും ഞങ്ങൾ കണ്ടില്ലല്ലോ, ഞങ്ങളുടെ പുറകെ വന്നു. ഞങ്ങളുടെ പുറകെ വന്നിട്ട് ഹോളിൽ അവിടെ കിടന്ന് പ്രസവിച്ചു. അവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ കൂടെ തന്നെ വേണം. ലക്കിയുടെ ബൈസ്റ്റാൻഡേഴ്സാണ് ഈ പീക്കുപൂച്ച, ഞാൻ, ആദി.
ഇവളെ ഇത്ര ചെറുതിലും മെലിഞ്ഞ് എല്ലും കോലുമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു. ഭക്ഷണവും ഇല്ല, ഒന്നുമില്ലാതെ ആകെ പട്ടിണി കോലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവളെ എങ്ങനെ കിട്ടിയെന്നുള്ളൊരു സ്റ്റോറി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതേപോലെ ഈ കൂടിയിരിക്കുന്ന പീക്കൂനെ നമുക്ക് കളഞ്ഞു കിട്ടിയതാണ്. അതായത് ഒരു കുഴിയിൽ പെട്ടിട്ട് അവിടുന്ന് ഞങ്ങൾ രക്ഷിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 1 മാസമായി. അവളും പെണ്ണാണ്. ഗ്രാൻഡ് ഫാദർ ആയതിന് അഭിനന്ദനങ്ങൾ. അതിവിടെ പ്രസവിച്ചോള് ഫോണില്. മുത്തശ്ശൻ വന്നു മക്കളെ. മക്കളെ രണ്ടെണ്ണം ഉള്ളൂടെ കുഞ്ഞാ, രണ്ടെണ്ണം ഉള്ളൂ. ഇത് നോക്കിയിരിക്കണോ? എന്താണിത്? രണ്ട് ബ്ലാക്ക് കുഞ്ഞാണല്ലോടി. വാപ്പ് പിടിക്കാൻ തുടങ്ങി. അതങ്ങനെയാണല്ലേ കണ്ടു. അയ്യോ അതാ ഒന്ന് അടിയിൽ അരിപ്പിടിച്ച് മുകളിലേക്ക് ലക്കി കിടക്കണോ? ആ ബ്ലഡൊക്കെ കുറെ പോയിട്ടുണ്ടല്ലേ. ഈ ബെഡ് കളഞ്ഞേക്കട്ടാ. എടി നിനക്ക് കൊതിയുണ്ടാ കണ്ടിട്ട്? അവനെന്തിനാ കറിയണേ? അവളുടെ ക്ഷീണം നോക്ക് പാവം. കുഞ്ഞു വരുമ്പോ ഇനി കുഞ്ഞു വരുമ്പോ അല്ലു ചോര പള്ളി കരയാൻ അല്ലു രണ്ട് അവൾക്ക് പാപ്പ വന്നിട്ടുണ്ടാവും. കുഞ്ഞു വരുമ്പോട്ടെ എന്താ ചെയ്യണമെന്ന് നോക്കാം. പാല് വന്നിട്ടുണ്ടാവും. ആദ്യം കുഞ്ഞുവിന്റെ റിയാക്ഷൻ കൂടി എടുക്കണേ. ലക്കിയുടെ ബർത്ത് ബ്ലോഗ്, പ്രസവ ബ്ലോഗ് ഇവിടെ എൻഡിങ് ആണ്. അങ്ങനെ അമ്മയും 4 കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അച്ചടിയോ തൂങ്ങി കിടക്കാണ് പാപ്പൂല്. എങ്ങനെ കിടക്കണത്? നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഇത്. 8 കുഞ്ഞുങ്ങളുണ്ട്. പാവലക്കി.
ലിക്കിമോളേ, ലിക്കിമോ, സുന്ദരിയേ, ലിക്കി. ഈ ബ്ലാങ്കറ്റ് ആദിയുടെ പ്രായത്തിലുള്ളതാണ്. അതായത് ആദിയുടെ ചെറുപ്പത്തിൽ ആദീനെ റാപ്പ് ചെയ്തിട്ടുള്ള ബ്ലാങ്കറ്റ് ആയിരുന്നു. ഒരു നല്ല അത്യാവശ്യം വലിയൊരു ബ്ലാങ്കറ്റ്. ഇത് കളഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ. ഇത് ചോട്ടൂന് ട്വിൻസിനൊക്കെ ഞാൻ യൂസ് ചെയ്തു. ഇപ്പം ഈ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു, ഇവർക്കും കൂടെ യൂസ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഇവർ യൂസ് കഴിഞ്ഞാൽ കളയും. അപ്പോൾ ഏകദേശം 16-17 വർഷം പഴക്കമുള്ള ബ്ലാങ്കറ്റാണ് ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അതും കുഞ്ഞുങ്ങളെ റാപ്പ് ചെയ്യാൻ മാത്രം എടുത്തിട്ടുള്ള പൊതിയാനൊക്കെ എടുത്തിട്ടുള്ള ബ്ലാങ്കറ്റായിരുന്നു ഇത്. അങ്ങനെ മൊത്തം 8 മക്കൾ ഉപയോഗിച്ച ബ്ലാങ്കറ്റാണിത്. അത്യാവശ്യം വലിയ ബ്ലാങ്കറ്റ്. അപ്പോൾ നമ്മളൊരു വലിയ ബോക്സ് തയ്യാറാക്കി. ഞാൻ ഈ ബ്ലാങ്കറ്റ് കളയാൻ വേണ്ടി വെച്ചതായിരുന്നു, പിന്നെ കളഞ്ഞില്ല. അങ്ങനെയാണ് ലക്കി പ്രഗ്നൻ്റ് ആകുമ്പോൾ എനിക്ക് ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കണം അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് നല്ലൊരു ബോക്സ് റെഡിയാക്കണം. സ്കിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് നിന്ന് കുറച്ച് വൈക്കോലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൈക്കോലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ നോക്കുമ്പോൾ ഈ ബ്ലാങ്കറ്റ് പുറത്ത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഇതെടുത്ത് യൂസ് ചെയ്തു. അപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും ഇപ്പോൾ ഇവിടെ ബോക്സിൽ കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ സ്ഥലം മാറ്റുമെന്ന് അറിയില്ല. ഇവിടെ അങ്ങനെ സാധാ പൂച്ചേനെ പോലെ തോന്നിയിട്ടില്ല. അങ്ങനെ സാധാ പൂച്ചകളാണെങ്കിൽ ഇപ്പോൾ ഹോളിൽ കിടന്ന് പ്രസവിച്ച് കണ്ടില്ല ഇവള്. കുഞ്ഞു അല്ലുനോ, കാരണം ഇവള് ഞങ്ങൾ നടക്കുന്ന പുറകെ നടക്കുമായിരുന്നു. കുഞ്ഞ് ഇറങ്ങി വന്നിട്ടും ഇവള് എണീറ്റ് നടന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാത്ത കാരണം ഹോളിൽ വന്നിട്ടാണ് പ്രസവിച്ചത്. അതിനുശേഷം ഇപ്പം പ്രസവിച്ചിരുന്ന കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടില്ല. പിന്നെ ബോക്സ് അറേഞ്ച് ചെയ്തപ്പോൾ ഇവൾക്കൊരു വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ കംഫർട്ടായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അറിയില്ല ഇവളുടെ സ്വഭാവം എന്താണെന്ന്. ഇവൾക്ക് ഇങ്ങനെ വെട്ടവും വെളിച്ചവും ഞങ്ങളെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കണം. കാർ ഇവിടുന്ന് എടുക്കുന്ന കണ്ട് അപ്പോൾ ഇവൾക്ക് കാറി കയറണം. ഇനിയിപ്പോൾ ഇവൾ എന്ത് ചെയ്യുന്ന അറിയില്ല. പക്ഷെ ഇവൾ കുഞ്ഞുങ്ങളെ വിട്ട് എവിടെയും പോകില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് ഇവൾ ഞങ്ങൾ ഫുഡ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുക, നമ്മൾ ഫുഡ് കഴിക്കാൻ പിടിച്ച് നിർബന്ധിച്ച് കൊടുക്കുക എന്നല്ലാണ്ട് മണിക്കൂർ കണക്കിനാണ് കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കണത്.